നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം 35-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഖ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്, ക ഖ ഗ ഖ ങ, അതിൽ ഖായിൽ തുടങ്ങുന്നത്. കർമാതപം കുളിർനിലാവെന്നു തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജപത്നിയും പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. നാരായണായ നമ, 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 നാരായണായ നമ. കർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് നിജപത്നിം പിരിഞ്ഞളവ് ചെമ്മേ പറഞ്ഞു. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനുമൊന്നിച്ച് വനത്തിൽ സീതയെ തേടി നടന്നു. അന്ന് ദുസ്സഹമായ വിരഹതാപം ശ്രീരാമൻ അനുഭവിച്ചു. ശീതളമായ ചന്ദ്രിക പോലും അന്ന് അദ്ദേഹത്തിന് ഉഷ്ണകാലത്തെ അതികഠിനമായ ചൂടായി തോന്നി. അതേ അവസരത്തിൽ വൃന്ദാവനത്തിൽ അദ്ദേഹം ഗോപികമാരെ വിരഹതാപത്തിൽ ആഴ്ത്തുകയും അവരിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയും ചെയ്തു. വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണനാണല്ലോ ഗോപികമാരെ പിരിഞ്ഞിരുന്നത്. ഇവ രണ്ടും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്. പൂനിലാവ് ചൂടെന്ന് തോന്നിയെന്ന് പറയുന്നത് പോലെ തന്നെ ശരിയാണ് ചൂട് പൂനിലാവാണെന്ന് തോന്നിയെന്ന് പറയുന്നതും. രണ്ടും വിരുദ്ധങ്ങളായ രണ്ട് ധർമ്മങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ്. പക്ഷേ സൂക്ഷ്മമായി ആലോചിച്ചാൽ അവ വിരുദ്ധങ്ങളാണോ? ഒരിക്കലുമല്ല. സൂര്യൻ്റെ പ്രകാശം ഇല്ലാതെ ചന്ദ്രന് പ്രകാശമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു തോന്നൽ മാത്രമല്ല, ശാസ്ത്രീയമായ ഒരു സത്യവുമാണ്. ഈ സത്യം ആണോ ഇവിടെ ലക്ഷ്യം? അല്ല. ഇവിടെ മുൻപ് ചൂണ്ടിക്കാട്ടിയ സമന്വയം തന്നെയാണ് പരാമൃഷ്ടമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത്. ഈ പദ്യത്തിന് മുമ്പ് വൈരുദ്ധ്യങ്ങളാണ് എടുത്തു കാട്ടിയത്. വൈരുദ്ധ്യം എപ്പോഴും പ്രപഞ്ചധർമ്മമാണ്. സാംസാരിക ജീവിതം ഒരു ധ്രുവമാണ്. മറ്റൊരു ധ്രുവമാണ് പാരമാർത്ഥിക ജീവിതം. ചൂടിനെ നിലാവായും നിലാവിനെ ചൂടായും വിരഹത്തെ സമ്മേളനമായും സമ്മേളനത്തെ വിരഹമായും കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് അസാധാരണത്വം അനുഭവ വിഷയമാകുക. ഈ അസാധാരണ തത്വത്തെയല്ല അസാധാരണത്വം അനുഭവ വിഷയം ആകുക. ഈ അസാധാരണത്വത്തെ സാക്ഷാത്കരിക്കുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ലൗകിക ജീവിതത്തിൽ തന്നെ അസാധാരണത്വം സാധാരണത്വമാക്കി മാറ്റാൻ കഴിയണം. അപ്പോഴാണ് സമന്വയ ചിന്ത ഒരുവൻ്റെ സമ്പത്തായി തീരുന്നത്. ശ്രീരാമാവതാരത്തിലും ശ്രീകൃഷ്ണാവതാരത്തിലും നാം അത് കാണുകയാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീരാമ അവതാരത്തിൽ എന്ന പോലെ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിതമായ സാധാരണത്വവും അസാധാരണത്വവും ശ്രീകൃഷ്ണാവതാരത്തിലും തുടരുന്നുണ്ട്.
അങ്ങനെ സമന്വയിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു അനുസ്യൂതത ഇവിടെ എഴുത്തച്ഛൻ എടുത്തു കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതഭൂതാനി സാ നിശാ പശ്യതോ മുനേ എന്ന് ഗീതാശ്ലോകത്തിലും പറയുന്നുണ്ട്. ചരാചരങ്ങളുടെ രാത്രി സംയമിക്ക് ജാഗ്രതാണ്. ചരാചരങ്ങളുടെ ജാഗ്രത് സംയമിക്ക് നിദ്രയുമാണ്. ഇതൊരു വൈരുദ്ധ്യവും സാധാരണത്വവുമാണല്ലോ. അപ്പോൾ പാമരജനങ്ങളുടെ ദൃഷ്ടിയിലാണ് വിരഹവും വേദനയുമൊക്കെ ഉള്ളത്. അല്ലാതെ യോഗികളുടെ ജീവിതത്തിൽ ഈ വിരഹവും വേദനയുമൊന്നും അനുഭവപ്പെടുന്നില്ല. യോഗിക്ക് വിരഹവുമില്ല, വിരഹഭാവവും ഇല്ല. നിവൃത്തിയിൽ നിന്ന് പ്രവൃത്തിയുടെ വിരഹമാണല്ലോ വിരഹം. ജീവിതത്തിലെ എല്ലാത്തരം വിരഹവും ദുഃഖവും ആനന്ദസ്വരൂപമായ സ്വന്തം ആത്മഭാവത്തിൽ നിന്നുള്ള വിരഹവും വേദനയും തന്നെയാണ്. ഈ വിരഹം ഒഴിവാക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? വിരഹത്തെയും വിരഹരാഹിത്യത്തെയും തമ്മിൽ സംയോജിപ്പിക്കുക. അതാണ് യോഗം. ഈ തത്വം അല്ലെങ്കിൽ ഡയലറ്റിക്സ് മനസ്സിലാകാത്തവർക്കൊരിക്കലും മോചനമില്ല. പ്രവൃത്തി നിവൃത്തികൾ രണ്ടും രണ്ടായി തന്നെ പ്രത്യക്ഷപ്പെടും. അത് മായാനിർമ്മിതമാണ്. അപ്പോൾ മായ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈരുദ്ധ്യങ്ങളെയെല്ലാം മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും ഹോമിച്ച് സമന്വിതമായ ഒരു അവസ്ഥ ഉണ്ടാകണം. ഈ അവസ്ഥ നമ്മുടെ സ്വാഭാവികത മാത്രമാണ്. അതെങ്ങു നിന്നും സമാകർഷിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയല്ല. അതാണ് നമ്മുടെ സത്ത. അതായത് നാം തന്നെയാണത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് ടു ബി ബോൺ ഇൻ എ ചർച്ച് ബട്ട് ബാഡ് ടു ഡൈ ഇൻ എ ചർച്ച് എന്ന്. ദേവാലയവും നാമജപവുമൊക്കെ യോഗശാസ്ത്രത്തിലെ പ്രാരംഭ നടപടികൾ മാത്രമാണ്. അവയിൽ നിന്ന് മനുഷ്യൻ ഉയർന്നുയർന്ന് യോഗചര്യയുടെ പരമകാഷ്ഠയായ മോക്ഷത്തിൽ എത്തേണ്ടവനാണ്. ഈ പ്രാപഞ്ചിക ജീവിതം നിത്യമുക്തവും യഥാർത്ഥവുമായ ഒരു ജീവിതമാണെന്ന് ധരിക്കുകയും വേണം. ഇത് അനുഭവ കോടിയിൽ വരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരധാരകളും വികാരങ്ങളും വാസ്തവത്തിൽ അവനെ ഈ സമന്വയത്വത്തിലേക്ക് അടുപ്പിക്കാൻ പ്രേരകങ്ങളാണ്. പക്ഷേ പരിമിതമായ ഇന്ദ്രിയജ്ഞാനം അവനെ ഒരു സങ്കുചിത പരിവേഷത്തിൽ നിർത്തിക്കളയുന്നത് നിമിത്തം അവൻ ഭ്രാന്തലോകത്തിൽ തന്നെ കഴിയാൻ വിധിക്കപ്പെട്ടു പോകുന്നു. 35-ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്ത് അതിൻ്റെ വ്യാഖ്യാനമൊന്ന് നോക്കിയത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.